ഹലോ ഗൈസ് ഇന്ന് ഉപ്പുമാവാണ് ആക്കുന്നത്. വറുത്ത റവ കൊണ്ടുള്ള ഉപ്പുമാവാണ്. അതുകൊണ്ട് റവ ആദ്യം ചൂടാക്കണ്ട. വറുക്കാത്ത റവയാകുമ്പോൾ നിങ്ങളൊന്ന് ചൂടാക്കി കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും നല്ലോണം വേവണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ റവ ഒരു രണ്ട് ബോൾ റവയെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കുക. നമ്മളെ ക്യാരറ്റും ഇഞ്ചി പച്ചമുളകും വെന്ത് വരികയാണ്. നല്ലോണം ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും വെന്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഒരു 2 ബൗള് റവ അത് ചേർക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, നല്ല അടിക്ക് പിടിക്കും. ഒരു സവാളയും ചേർത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ക്യാരറ്റ് ഉപ്പുമാവ്. ക്യാരറ്റും ഇഞ്ചി പച്ചമുളക് കരിവേപ്പില ഒക്കെ ചേർത്ത് വറുത്ത റവയും ചേർത്ത് ഉണ്ടാക്കിയ ക്യാരറ്റ് റവ എന്ന് ഇതിന് പറയും. നാട്ടിലൊക്കെ റവ ഉപ്പുമാവ് എന്ന് പറയും. നമുക്ക് ബൗളിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇടുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അത്ര വേണ്ടി. ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർക്കണം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക.
ഇനി ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളം ചേർത്ത് ഉപ്പ് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. കരിവേപ്പില ആദ്യമേ ഇട്ടിട്ട് കരിവേപ്പിലയും കടുവും ചുവന്ന മുളകും ആദ്യമേ ചേർത്തിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ നാടൻ റവ ഉപ്പുമാവ്. ക്യാരറ്റ് ചേർത്തതുകൊണ്ട് ക്യാരറ്റ് ഉപ്പുമാവ് എന്നും പറയാം. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല വേറെ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ഉതിർന്നുതിർന്ന് വരുമ്പം വേറെ ഇങ്ങനെ ഉതിർന്നുതിർന്ന് വരും. നല്ലോണം വെന്ത ശേഷം ഇങ്ങനെ ഉതിർന്നുതിർന്ന് വരും. പിന്നെ ഞങ്ങൾ ഉപ്പുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ ടേസ്റ്റിൻ്റെ ആവശ്യത്തിന് ഉപ്പുണ്ട്. കണ്ട ഇങ്ങനെ വേറെ ഉതിർന്നുതിർന്ന് വരുന്നുണ്ട്. വേറെ കണ്ട ഉതിർന്നുതിർന്ന് വരും. ഇങ്ങനെയാണ് നമ്മുടെ ഉപ്പുമാവ്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയും കടുകും ചുവന്നമുളകും താളിച്ചു. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കി ക്യാരറ്റ് ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും ചേർത്ത് ക്യാരറ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് റവ നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അത് അതിലേക്ക് ചേർക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇങ്ങനെ വെന്തു എന്ന് മനസ്സിലാവില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഉതിർന്നു വരും. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. താങ്ക് യു. ബൈ ബൈ.